ഓപ്പറേഷൻ സിന്ദൂർ പാർലമെന്റിൽ. പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ വധിച്ചെന്ന് ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പെഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത 3 ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. 2 ഭീകരരുടെ പാകിസ്ഥാൻ വോട്ടർ ID കയ്യിലുണ്ട്. അവർ ഉപയോഗിച്ച റൈഫിളുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര താവളങ്ങൾ തകർത്തതടക്കം ഇന്ത്യയുടെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതും കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നതുമായിരുന്നു അമിത് ഷായുടെ പ്രസംഗം. जिन्होंने बेसरन घाटी में हमारे प्रवासियों को, नागरिकों को मारा था, ये तीनों आतंकवादी ये थे और तीनों मारे गए. പെഹൽഗാം ഭീകരരെ വധിച്ചത് ലോകത്തെ അറിയിച്ചത് ന്യൂസ് 18 ചാനലാണെന്നും അമിത് ഷാ പറഞ്ഞു. കോൺഗ്രസ് എന്തിനാണ് പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്നതെന്നും പാകിസ്ഥാനെ സംരക്ഷിക്കുന്നതുകൊണ്ട് പി ചിദംബരം എന്ത് നേടുന്നുവെന്നും അമിത് ഷാ ചോദിച്ചു. ഭീകരരെ വധിച്ചപ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നു, പക്ഷേ പ്രതിപക്ഷത്തിന് മാത്രം സങ്കടമാണെന്നും അമിത് ഷാ പരിഹസിച്ചു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു ചേരുന്നു. കിരൺ, ഇന്നലെ ഈ വിഷയം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്ന അതേ സമയത്ത് തന്നെ അത് വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഓപ്പറേഷൻ മഹാദേവിന്റെ വിവരങ്ങൾ ആദ്യമായി പുറത്തു വന്നത്. 3 ഭീകരർ കൊല്ലപ്പെട്ടു എന്നറിയുമായിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഈ 3 ഭീകരരുടെയും വിശദാംശങ്ങളാണ് അമിത് ഷാ പാർലമെന്റിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഓപ്പറേഷൻ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ പ്രധാനപ്പെട്ട പ്രത്യാക്രമണങ്ങളെല്ലാം എണ്ണിപ്പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ ഇന്നലെ ഓപ്പറേഷൻ മഹാദേവിൻ്റെ വിവരങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെ രൂക്ഷമായ ആക്രമണം ഉന്നയിച്ചുകൊണ്ടുമായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പാർലമെന്റിലെ മറുപടി. അത് 12 മണിക്കാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. പ്രധാനമായും തന്നെ പാക് അധിനിവേശ കശ്മീരിൽ കടന്നുകയറി ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അടക്കം കൊലപ്പെടുത്താനും അവരുടെ ഭീകര താവളങ്ങളടക്കം തകർക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് പറഞ്ഞു. ഇന്നലെ നടന്ന ഓപ്പറേഷൻ മഹാദേവിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. ഈ 3 ഭീകരരെ വധിച്ചത് ഇവർ 3 പേരും പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പങ്കെടുത്തവരായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് 2 പാകിസ്ഥാൻ വോട്ടർ ID കാർഡുകളും റൈഫിളുകളും അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ നിർമ്മിത ചോക്ലേറ്റുകൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തെളിവുകൾ അടക്കം നിരത്തിയായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. അതോടൊപ്പം തന്നെ പ്രധാനമായും കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു. കോൺഗ്രസ് എന്തിനാണ് പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്നത് എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം കൂടി അമിത്ഷാ ഉന്നയിച്ചിട്ടുണ്ട്. പി ചിദംബരത്തിന്റെ, മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന പി ചിദംബരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുകൂടിയായിരുന്നു ആക്രമണം. പാകിസ്ഥാനെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിന് പി ചിദംബരത്തിന് എന്ത് കിട്ടും എന്നതുകൂടി അമിത്ഷാ ചോദിക്കുന്നു. ഭീകരരെ വധിച്ചപ്പോൾ രാജ്യത്തിനാകെ സന്തോഷം, എന്നാൽ പ്രതിപക്ഷത്തിന് സങ്കടം എന്നുള്ളതാണ് അവസ്ഥയെന്നും പറയുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഈ 3 ഭീകരരെ വധിച്ചത് അവർ പഹൽഗാം ആക്രമണത്തിൽപ്പെട്ട ഭീകരരെ ആണ് വധിച്ചതെന്നും അത് ലോകത്തെ ആദ്യം അറിയിച്ചത് ന്യൂസ് 18 ഇന്ത്യ ആണ് എന്നതും പ്രത്യേകമായി തന്നെ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെന്നും ജൂലൈ 22 ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയെന്നും ഭീകരർക്ക് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ നൽകിയവരെ അടക്കം ഇല്ലാതെയാക്കിയെന്നും അമിത്ഷാ പറഞ്ഞു. ഭീകരരെ തിരിച്ചറിയാൻ സഹായിച്ചത് പഹൽഗാമിലെ കച്ചവടക്കാരാണെന്നും ഭീകരരുടെ കൈകവശം ഉണ്ടായിരുന്നത് AK-47 തോക്കുകളായിരുന്നു എന്നതും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ മഹാദേവിൽ പഹൽഗാം ഭീകരരെ കൊന്ന് ഭീകരർ പാകിസ്ഥാനിലേക്ക് കടക്കും മുമ്പേ തന്നെ സൈന്യം തടഞ്ഞതായും പറഞ്ഞിരുന്നു. പ്രധാനമായും കോൺഗ്രസ് ഉന്നയിച്ച ഒരു ആരോപണം, ഏപ്രിൽ 22 പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തുന്നു, ഇന്ത്യൻ മണ്ണിൽ കയറി പാകിസ്ഥാനിലെ ഭീകരവാദികൾ ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തി 100 ദിവസം പിന്നിട്ടിട്ടും ഈ 5 ഭീകരരെയും എന്തുകൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. അതിന് മറുപടിയായിട്ടാണ് ഇന്നലെ വധിച്ച 3 പേരും പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രതികളായിരുന്നു, അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്തിയവരായിരുന്നു, അവരെയാണ് വധിച്ചത് എന്ന് അമിത്ഷാ മറുപടി നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ 125-ലധികം പാക് ഭീകരരെ ആകെ വധിച്ചു എന്നും അമിത്ഷാ കണക്കുകൾ നിരത്തിക്കൊണ്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ കാശ്മീർ പ്രശ്നത്തിന് കാരണം നെഹ്റു നടപ്പാക്കിയ വെടിനിർത്തലാണെന്ന്, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നടപ്പാക്കിയ നയങ്ങളാണ് ഇപ്പോൾ കശ്മീരിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നുള്ള ആരോപണം ഉന്നയിച്ചു. ഈ സമയത്തൊക്കെയും പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി എഴുന്നേറ്റെങ്കിലും ഈ പ്രതിഷേധത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസംഗം. അതോടൊപ്പം അദ്ദേഹം ഭീകരരെ കൊലപ്പെടുത്തിയപ്പോൾ എല്ലാവരും സന്തോഷിച്ചു, രാജ്യമാകെ സന്തോഷിക്കുകയായിരുന്നു. ഭീകരരെ കൊലപ്പെടുത്തിയപ്പോൾ പക്ഷേ വാർത്ത കേട്ടുകൊണ്ട് പ്രതിപക്ഷത്തിനാണ് സങ്കടമുണ്ടായത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇങ്ങനെ സങ്കടമുണ്ടായത്? പ്രതിപക്ഷം പാകിസ്ഥാനെ ന്യായീകരിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? പാകിസ്ഥാനെ സംരക്ഷിക്കാൻ
സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചന ഇപ്പോൾ രാജ്യത്തിന് മനസ്സിലായിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ശത്രു രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് തന്ത്രങ്ങൾ ഒരുക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കുന്നു. ഭീകരർക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാനിലെ ഭീകരരെയും അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരെ അടക്കം ഇന്ത്യയിൽ കടന്ന് ആക്രമണം നടത്തിയവരെയും ആക്രമണത്തിന് സഹായിച്ചവരെയും ആക്രമണത്തിന് പറഞ്ഞുവിട്ട ആളുകളെയും അടക്കം ഇന്ത്യൻ സേന കൊലപ്പെടുത്തിയതും അവരുടെ താവളങ്ങളടക്കം നശിപ്പിച്ചുവെന്നും പറഞ്ഞ അമിത്ഷാ, എന്നാൽ പാകിസ്ഥാനെ അനുകൂലമായ രീതിയിലേക്കാണ് കോൺഗ്രസും പ്രധാനമായും പ്രതിപക്ഷവും നിൽക്കുന്നതെന്നും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ആക്രമണം. മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തിനെതിരെയാണ് ഏറ്റവും രൂക്ഷമായ ആക്രമണം ഉന്നയിച്ചത്. പാകിസ്ഥാനെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിന് പി ചിദംബരത്തിന് എന്താണ് ലഭിക്കുന്നത്, പാകിസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പാരിതോഷികം ലഭിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ് ചിദംബരത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ചിദംബരം കഴിഞ്ഞ ദിവസമടക്കം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണം സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായി കൂടിയാണ് അമിത്ഷാ ഈ തരത്തിൽ സംസാരിച്ചത്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.